ഏറ്റവും പ്രിയപ്പെട്ടവനായി, ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനാണ്. അതുകൊണ്ട് ഈ പ്രശ്നവും ദൈവത്തിന്റെ പ്രശ്നമായിട്ട് മാറി. ഇടപെടേണ്ടത് ദാനിയേലല്ല, ദൈവമാണ്. ദൈവം ഇടപെട്ടു. പ്രശ്നം എന്താണെന്ന് അറിയോ? ഒറ്റ മൊമെന്റിൽ ആ പ്രശ്നം തീരുമല്ല. ദാനിയേലിനെ പിടിച്ച് സിംഹക്കുഴിയിൽ ഇടുന്നുണ്ട്. പ്രശ്നത്തെ അവൻ എന്തായാലും ഫേസ് ചെയ്യേണ്ടി വന്നു. നമ്മൾ വിചാരിക്കും കർത്താവേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ചെയ്തതാണ്, ഞാൻ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നിട്ട് എന്താ ഈ പ്രതിസന്ധി വന്നേ? നിങ്ങളിപ്പോൾ ചിന്തിക്കും ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമല്ലല്ലോ ഞാൻ ഓടി ചെല്ലുന്നത്, എപ്പോഴും ഞാൻ ഈശോയോട് കണക്റ്റഡ് ആണല്ലോ. ദാനിയേൽ എപ്പോഴും കണക്റ്റഡ് ആയിരുന്നു. എന്നിട്ടും സിംഹക്കുഴി ഒഴിവായൊന്നുമില്ല. അവൻ സിംഹക്കുഴി വീണു, അവനെ വീഴ്ത്തി, പക്ഷെ സിംഹം തൊട്ടില്ല. നോക്കുക, നിങ്ങൾ ഈശോയുമായിട്ട്, ഞാൻ ഈശോയുമായിട്ട് കണക്റ്റഡ് ആണെന്നുള്ളത് പ്രശ്നങ്ങളിൽ നിന്നുള്ളൊരു സേഫ്റ്റി ഒന്നുമല്ല. മനുഷ്യരാണ്. നമ്മുടെ കുഞ്ഞിക്കാലി ഈ ഭൂമിയിൽ തൊട്ട സമയം മുതൽ, നമ്മുടെ ഇള്ളാക്കരച്ചിൽ ഈ ഭൂമിയെ ഞെട്ടിച്ച സമയം മുതൽ, നമ്മൾ അവസാനത്തെ ശ്വാസം എടുത്ത് വിടുന്ന സമയം വരെ പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും. യു വിൽ ഹാവ് ടു ഫേസ് ഇറ്റ്. നമ്മൾ ഒരു ഫേസ് ചെയ്താൽ മതിയാവും. പക്ഷെ എന്താ സംഭവം? ദാനിയേൽ സിംഹക്കുഴി വീണു, പ്രശ്നങ്ങൾ ഒഴിവായില്ല. പ്രാർത്ഥിച്ചിട്ടും ഇല്ലെങ്കിൽ സ്ഥിരമായിട്ട് പ്രാർത്ഥനയില്ല ഒരാൾക്കും മുൻപിൽ ഈ സിംഹക്കുഴി വന്നു, പേടിപ്പെടുത്തുന്ന അനുഭവം വന്നു. പക്ഷെ ഇവനെ പേടിപ്പിക്കാൻ സാധ്യതയില്ല, ഇവനെ തിന്നു തീർക്കാൻ സാധ്യതയില്ല. സിംഹം വാ തുറന്നാൽ അടയ്ക്കാൻ പറ്റില്ല, അടച്ചാൽ തുറക്കാനും പറ്റാത്ത രീതിയിൽ കർത്താവ് അവിടെ ഇടപെട്ടു. നിനക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്നല്ല, ആ പ്രശ്നങ്ങളിൽ നിന്നെ പൊതിഞ്ഞു പിടിച്ചോൾ. നിനക്ക് പൊള്ളലുകൾ ഉണ്ടാവില്ലെന്നല്ല, ആ പൊള്ളലുകളിൽ നിന്നെ പൊതിഞ്ഞു പിടിച്ചൊരു പൊന്നുതമ്പുരാൻ അവിടെ തന്നെ കാണും കുഞ്ഞ്. അതാണ് നമ്മുടെ ശക്തി. കർത്താവേ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നല്ല. നിങ്ങൾ ഇത്രയും കാലം, ഞാനും ഇത്രയും കാലമൊക്കെ പ്രാർത്ഥിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരുന്നോ? ഇല്ല. പക്ഷെ നമ്മൾ പൊതിഞ്ഞു പിടിക്കപ്പെട്ടു. കർത്താവ് നമ്മുടെ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞ് ഈശോ നമ്മളെ പൊതിഞ്ഞു പിടിച്ചില്ലെങ്കിൽ നമ്മൾ എന്നെ ഇതന്നല്ലേ.